ഹലോ ഗൈസ്, ഞാനിന്ന് വാച്ച് ചെയ്യുന്ന നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വന്നിട്ട് 23921, അതിനുശേഷം അപ്സൈഡിലേക്ക് വരുന്ന മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 24014, അതിനുശേഷം അതിന് മുകളിൽ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 24107. താഴേക്ക് നോക്കുകയാണെങ്കിൽ മൈനർ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് 23829, അതിന് താഴെ മേജർ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് 23736. പിന്നെ മാർക്കറ്റ് ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഇടയിൽ കൺസോൾട്ടേഷൻ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലെവൽസ് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു റേഞ്ചിനകത്താണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പ് സൈഡോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലോ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ഒരു സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ അപ്പ് സൈഡ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റിന് ശേഷം മുകളിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് വന്നിട്ട് താഴേക്ക് നോക്കാം. ഇതേ സെയിം സിനാരിയോ തന്നെ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ വെളിയിൽ ഗ്യാപ്പ് അപ്പ് ആയതിനു ശേഷം ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാം. ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടോ എന്നും നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം. പിന്നെ ഈ ലെവൽസ് ഞാൻ പേഴ്സണലി നോക്കുന്ന ലെവൽസാണ്. മേ ബി വർക്ക് ആവാം, മേ ബി വർക്ക് ആവാതിരിക്കാം.